ഇത് ചെയ്യണം. എല്ലാ കാര്യങ്ങളിലും ഉള്ളതാണ്. അറിവാണ് നമുക്ക് ആവശ്യം. അറിവിനെന്താ ഒറ്റ ഭാഗത്തോടെ വേദം. വേദമാണല്ലോ, അതാണ് അറിവ്. അറിവെന്ന് പറഞ്ഞാൽ വേദം എന്നാണല്ലോ. നമുക്ക് അറിവാണ് സമ്പാദിക്കേണ്ടത്. അറിവ് സമ്പാദിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഭഗവാനിലേക്ക് ഭക്തി വളർത്തി ഭഗവാനിലേക്ക് എത്തണം. ഭക്തി എന്ന വാക്കിന് അറിവ് എന്നുകൂടിയുള്ള അർത്ഥമുണ്ട്. ഭക്തി വളർത്തി ഭഗവാനിലേക്ക് എത്ത അറിവ്. ഇപ്പൊ നമ്മൾ വേദന എന്നൊരു വാക്കുണ്ട്, എല്ലാവരും കേൾക്കുന്നത്. എന്താണ് വേദന? വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഹത്തിന് അനുഭവിക്കുന്ന ആ വിഷമങ്ങളെയാണ് വേദന വന്നത്. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. വേദന എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത് അതിനെ ഇല്ലാതെയൊക്കെ കേൾക്കാം. ഈ അറിവില്ലാതെയായി തീരുകയാണ്, അതാണ് വേദന. അറിവുണ്ടെങ്കിൽ ഭഗവാനെ വിളിച്ചാൽ നമ്മുടെ ദുഃഖങ്ങൾ തീരും. അപ്പൊ അതുകൊണ്ട് വേദന എന്ന് പറഞ്ഞത് ഇതാണ്. നമുക്ക് വേദന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അറിവില്ലായ്മ കൊണ്ട് വരുന്ന ആ ഒരു ഫീലിംഗ് ആണ്. അത് ആ സമയത്ത് ഭഗവാനെ വിളിക്കാനും ഭഗവാൻ ക്ഷേത്രങ്ങൾ ചൊല്ലാനും ഭഗവത് കഥകൾ കേൾക്കാനും ഭഗവത് പാരായണം പുരാണങ്ങൾ പാരായണം ചെയ്യാനും നമ്മളെ ഇടപെടുകയാണെങ്കിൽ സമയത്ത് നമ്മുടെ വേദന കുറച്ച് കുറഞ്ഞു കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വേദം എന്നുള്ള അറിവാണ്. അറിവ് നമുക്ക് സമ്പാദിക്കുക. എന്ന് ഈ വേദത്തെ കൊണ്ടിട്ട് വേദനയിലേക്ക് എത്തിക്കാതിരിക്കുക നമ്മൾ. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ആ നിലയ്ക്ക് എത്തിച്ചേരാൻ, ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരാൻ നമ്മൾ ഭഗവാൻ നമ്മുടെ ഈ ഭൂമിയിലേക്ക് നമ്മൾ വിട്ട് ഭഗവാൻ കുറെ ഊഴഴിക്കാനോ അത് സമയം കാണാനോ അതിൽ സന്നിധിയിൽ ഊഴഴിക്കാനോ ഒന്നുമല്ല. രാത്രി അതൊക്കെ നമുക്ക് വേണം. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ദേഹത്തെ ക്ഷീണം കുറയുന്നു, അതെല്ലാം വേണം. കുറച്ച് സമയങ്ങൾ കൂടി നമ്മൾ ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് ഭഗവത് ക്ഷേത്രങ്ങൾ ചെല്ലാനായിക്കൊണ്ട് എല്ലാം നമ്മൾ സമയമെടുക്കണം. അങ്ങനെ ആ സമയമെടുത്തുകൊണ്ട് നമ്മൾ ഭഗവാന്റെ എത്തിച്ചേരാൻ സാധിക്കണം. അതാണ് നമ്മുടെ ഈ വരുന്ന ശിവരാത്രി ദിവസം കുച്ചിപ്പുറം മഹാകാലങ്ങളില് ദീപാരാധനയ്ക്ക് ശേഷം എന്റെ ഒരു പ്രഭാഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജ്ജനങ്ങളായ ജനങ്ങളെ അവിടെ എത്തിച്ചേർന്നാൽ നമുക്ക് അവിടെയും നമ്മൾ കുറെ കാര്യങ്ങൾ പരസ്പരം നമുക്ക്